ലോകത്തിൽ ആദ്യമായി ആഗോള ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഒപ്പം നവംബർ 20 മുതൽ 24 വരെയായിരിക്കും ഉച്ചകോടി. ലോഗോയും ബ്രോഷറും വെബ്സൈറ്റും ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കി. മാധ്യമ വിനോദ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ആഗോള ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഗോവ സർക്കാരുമായി ചേർന്ന് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് സമാന്തരമായി നവംബർ 20 മുതൽ 24 വരെയാണ് ഉച്ചകോടി. നവംബർ 20 മുതൽ 28 വരെയാണ് ഗോവ ചലച്ചിത്രമേള. ഉച്ചകോടി പുതിയ തുടക്കമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. Very warm welcome for this path-breaking event, IFFI and Waves, and this is going to be a significant milestone in India's media and entertainment industry's future development. ഉച്ചകോടിയുടെ ലോഗോയും ബ്രോഷറും വെബ്സൈറ്റും ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കി. രാജ്യത്തെ അനുകൂല സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിനോദ വ്യവസായ മേഖലയിൽ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര വാർത്താവിതരണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. വിനോദ വ്യവസായ മേഖലയിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്താനും വെല്ലുവിളികൾ നേരിടുന്നതിനും വ്യാപാരം ആകർഷിക്കാനും ലക്ഷ്യം വെച്ചാണ് ഉച്ചകോടി. 24 ഡൽഹി. അപ്പോൾ ഇന്ത്യ മറ്റു ഉച്ചകോടിക്ക് ആ രീതിയിൽ ഒരു പുതിയ സംരംഭത്തിന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യത്തിന് ഇന്ത്യ ആതിഥ്യത്വം വഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് കാര്യമാണ് അല്ലേ?